പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. എவ்விധമെന്നാൽ നിങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിത്തരികയും നിങ്ങളെ സംസ്കരിക്കുകയും ഗ്രന്ഥജ്ഞാനവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും നിങ്ങൾക്ക് അജ്ഞാതമായിരുന്ന അറിയാതിരുന്ന പല കാര്യങ്ങളും അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നിങ്ങളിൽ നിന്ന് തന്നെ നാം നിങ്ങളിൽ നിയോഗിച്ചതുപോലെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്മരിക്കുവിൻ, ഓർക്കുവിൻ. ഞാൻ നിങ്ങളെയും സ്മരിക്കാം, ഓർക്കാം. എന്നോട് നന്ദി കാണിക്കുക, കൃതജ്ഞത കാണിക്കാതിരിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. വിശ്വാസികളെ, നിങ്ങൾ സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും സഹായം തേടുവിൻ. ക്ഷമിക്കുന്നവരോടൊപ്പമല്ലോ അല്ലാഹു. ദൈവിക മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ മരിച്ചവർ എന്ന് പറയാതിരിക്കുക. അല്ല, അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാകുന്നു. പക്ഷേ അവരുടെ ജീവിതം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെന്ന് മാത്രം. ഭയാശങ്കകൾ, ക്ഷാമം, ജീവധനാദികളുടെ നഷ്ടം, വിളനാശം എന്നിവയിലൂടെ നാം നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കുന്നതാണ്. ഈ സന്ദർഭങ്ങളിൽ ക്ഷമയവലംബിക്കുകയും ഏതാപത്ത് ബാധിക്കുമ്പോഴും ഞങ്ങൾ അല്ലാഹുവിൻ്റേതല്ലോ, അവനിലേക്കല്ലോ ഞങ്ങൾ മടങ്ങേണ്ടതും എന്ന് പറയുകയും ചെയ്യുന്നവരെ സുവാർത്തയറിയിച്ചുകൊള്ളുക. അവർക്ക് തങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് വലുതായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അവൻ്റെ കാരുണ്യം അവർക്ക് തണലേകുകയും ചെയ്യും. ഇത്തരം ആളുകൾ തന്നെയാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. നിശ്ചയം സഫായും മർവായും അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാകുന്നു. അതിനാൽ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഹജ്ജോ ഉംറയോ ചെയ്യുന്നവർ ആ രണ്ട് കുന്നുകൾക്കിടയിൽ സഅയ് നടത്തം നിർവഹിക്കുന്നത് കുറ്റകരമാകുന്ന പ്രശ്നമേയില്ല. ആരെങ്കിലും സ്വയം സന്നദ്ധതയോടെ തൃപ്തിയോടെ വല്ല നന്മയും ചെയ്യുന്നുവെങ്കിൽ അല്ലാഹു അത് അറിയുന്നുണ്ട്. അവൻ അതിനെ വിലമതിക്കുന്നവനാകുന്നു. നാം അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തമായ ശിക്ഷണങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ഗോപ്യമാകുന്ന ജനമോ മറച്ചുവെക്കുന്ന ജനമോ അതാകട്ടെ അഖില മനുഷ്യരുടെയും മാർഗദർശനത്തിനായി നാം വേദത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അവരെ അല്ലാഹു ശപിക്കുന്നു. ശപിക്കുന്നവരൊക്കെയും അല്ലാഹു ശപിക്കുന്നു. ശപിക്കുന്നവരൊക്കെയും ശപിക്കുന്നു. എന്നാൽ ഈ നിലപാട് ഉപേക്ഷിച്ച് പശ്ചാത്തപിക്കുകയും കർമ്മജീവിതം സംസ്കരിക്കുകയും ഗോപ്യമാക്കി വെച്ചതിനെ മറച്ചുവെച്ചതിനെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നവരാരോ അവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കുന്നു. ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമല്ലോ ഞാൻ അല്ലാഹു. സത്യനിഷേധത്തിൻ്റെ മാർഗം അവലംബിക്കുകയും നിഷേധിയായിക്കൊണ്ട് തന്നെ ജീവിതം ഒടുക്കുകയും ചെയ്യുന്നവരോ അവരിൽ അല്ലാഹുവിൻ്റെ മലക്കുകളുടെയും മനുഷ്യരഖിലത്തിൻ്റെയും മുഴുവൻ മനുഷ്യരുടെയും ശാപം ഭവിക്കുന്നു. ഈ അഭിശപ്തഗതിയിൽ അവർ നിത്യവാസികളാകും. നരകത്തിൽ അവർ നിത്യവാസികളാകും. ശിക്ഷയിൽ അവർക്ക് ഒരിളവും ഉണ്ടായിരിക്കുന്നതല്ല. അവർക്ക് മറ്റൊരവസരം നൽകപ്പെടുന്നതുമല്ല. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാകുന്നു. അവനല്ലാതെ വേറെ ദൈവമില്ല. അവൻ കൃപാനിധിയും ദയാപരനുമാകുന്നു. ഈ യാഥാർത്ഥ്യം ബോധിക്കുന്നതിന് വല്ല ദൃഷ്ടാന്തമോ അടയാളമോ ആവശ്യമാണെങ്കിൽ വാനഭൂവനങ്ങളുടെ സൃഷ്ടിയിലും ദിനരാത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നതിലും മനുഷ്യോപയോഗ വസ്തുക്കളുമായി നദികളിലും സമുദ്രങ്ങളിലും സഞ്ചരിക്കുന്ന യാനപാത്രങ്ങളിലും അല്ലാഹു മുകളിൽ നിന്നും വർഷിക്കുന്ന ജലത്തിലും മഴ, അതുവഴി നിർജീവമായ ഭൂമിയെ സജീവമാക്കുകയും ഈ സംവിധാനം മുഖേന ഭൂമിയിൽ സകലവിധ ജീവജാലങ്ങളെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. കാറ്റുകളെ ചലിപ്പിക്കുന്നതിലും ആകാശഭൂമികൾക്കിടയിൽ ആജ്ഞാനുവർത്തിയാക്കി നിർത്തിയിട്ടുള്ള മേഘങ്ങളിലും എല്ലാം ഗ്രഹിക്കുന്ന ജനത്തിന്, മനസ്സിലാക്കുന്ന ജനത്തിന് എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഏകത്വത്തെ കുറിക്കുന്ന സുവ്യക്തമായ ഇത്തരം അടയാളങ്ങൾ ഉണ്ടായിട്ടും ചില ജനം അല്ലാഹു അല്ലാത്ത ചിലരെ അവൻ്റെ സമന്മാരായി സങ്കല്പിക്കുന്നു. അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളാകട്ടെ സർവോപരി അല്ലാഹുവിനെയാണ് സ്നേഹിക്കുന്നത്. കഷ്ടം, ശിക്ഷയെ മുന്നിൽ കാണുമ്പോൾ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം സർവശക്തികളും അധികാരങ്ങളും അല്ലാഹുവിൻ്റെ മാത്രം കരങ്ങളിലാണെന്നും അല്ലാഹു കഠിന ദണ്ഡകനാണെന്നും ശിക്ഷിക്കുന്നവനാണെന്നും ഈ അക്രമികൾ ഇന്ന് തന്നെ ഗ്രഹിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്ക് ശിക്ഷ നൽകുമ്പോൾ അവസ്ഥ ഇതായിരിക്കും.
ഈ ലോകത്ത് പിന്തുടരപ്പെട്ടിരുന്ന ആചാര്യന്മാരും നായകന്മാരും തങ്ങളുടെ നീതന്മാരെ തള്ളിപ്പറയുന്നു. എന്നാൽ അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അവരുടെ പരസ്പരബന്ധത്തിൻ്റെ ഉപാധികളൊക്കെയും അറ്റുപോകും. ഈ ലോകത്ത് അവരുടെ നീതന്മാരായിരുന്നവർ ഇങ്ങനെ കേണുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഞങ്ങൾക്കൊരവസരം എങ്കിൽ ഇവർ ഇന്ന് തന്നെ ഞങ്ങളെ കൈയൊഴിച്ചതുപോലെ ഇവരെ ഞങ്ങളും കൈയൊഴിച്ച് കാണിച്ചു കൊടുക്കാമായിരുന്നു. അങ്ങനെ ഈ ജനം ഇഹലോകത്ത് അനുവർത്തിച്ച ചെയ്തികളെല്ലാം, പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് ഖേദകരങ്ങളായി അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. നരകാഗ്നിയിൽ നിന്ന് പുറത്തു പോരാൻ അവർ ഒരു മാർഗവും കണ്ടെത്തുന്നതുമല്ല. ജനങ്ങളെ, ഹിതകരവും ശുദ്ധവുമായി ഭൂമിയിൽ എന്തെല്ലാമുണ്ടോ അവയൊക്കെയും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുവിൻ. ചെകുത്താൻ ഉപദേശിക്കുന്ന വഴികൾ പിന്തുടരാതിരിക്കുവിൻ. അവൻ നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവല്ലോ. തിന്മയും മ്ലേച്ഛവൃത്തികളുമാണ് അവൻ നിങ്ങളോട് അനുശാസിക്കുന്നത്. അള്ളാഹു അരുളിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുവാൻ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അവതരിപ്പിച്ച വിധികൾ പിൻപറ്റുവിൻ എന്നവരോട് പറയുമ്പോൾ അവർ പറയുന്നു, ഇല്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആചരിച്ചു കൊണ്ടിരുന്ന അതേ മാർഗമേ ഞങ്ങൾ പിന്തുടരൂ. പൂർവ്വപിതാക്കൾ യാതൊരു ഗ്രഹിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും ഇവർ അവരെ തന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയോ? ദൈവപ്രദമായ സരണി പിന്തുടരാൻ വിസമ്മതിക്കുന്ന ഈ ജനങ്ങളുടെ അവസ്ഥ വിളിയും തെളിയുമില്ലാത്ത യാതൊരു കേൾക്കാത്ത കാലികളോട് ഇടയൻ ശബ്ദിച്ചാലത്തെ അവസ്ഥയാകുന്നു. ഇവർ മൂകരും ബധിരരും അന്ധരുമാകുന്നു. അതുകൊണ്ട് ഇവർക്ക് ഒരു കാര്യവും മനസ്സിലാവുകയില്ല. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം അടിമപ്പെടുന്നവരാണെങ്കിൽ നാം നിങ്ങൾക്ക് ഏകിയ സദ്വിഭവങ്ങൾ മനപ്രയാസമന്യേ ഭുജിക്കുകയും അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. അള്ളാഹുവിങ്കിൽ നിന്ന് വല്ല നിബന്ധനയും നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ അതിതാകുന്നു: ശവം ഭുജിക്കരുത്, കഴിക്കരുത്. രക്തവും സ്മകരമാംസവും വർജിക്കുക. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട വസ്തുക്കളും ഭക്ഷിക്കാൻ പാടുള്ളതല്ല. എന്നാൽ ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ അകപ്പെട്ട് നിയമലംഘനം ഇച്ഛിക്കാതെയും അത്യാവശ്യത്തിൻ്റെ അതിരുകടക്കാതെയും ഇക്കൂട്ടത്തിൽ വല്ല വസ്തുക്കളും കഴിക്കേണ്ടി വന്നാൽ അയാൾക്ക് കുറ്റമൊന്നുമില്ല. പൊറുക്കുന്നവനും ദയാനിധിയുമല്ലോ അള്ളാഹു അവൻ്റെ വേദത്തിൽ അവതരിപ്പിച്ച വിധിവിലക്കുകളെ പൂഴ്ത്തിവെക്കുകയും തുച്ഛമായ ഐഹിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിൽക്കുകയും ചെയ്യുന്നവരോ അവർ വാസ്തവത്തിൽ തങ്ങളുടെ ഉദരങ്ങളിൽ തീയാകുന്നു നിറയ്ക്കുന്നത്. അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയും ഇല്ല. അവർക്കുള്ളത് നോവുന്ന ശിക്ഷയാകുന്നു. അവർ സന്മാർഗത്തിനു പകരം ദുർമാർഗവും പാപമുക്തിക്ക് പകരം ശിക്ഷയും വില കൊടുത്തു വാങ്ങിയവരല്ലോ. നരകശിക്ഷ സഹിക്കാൻ സന്നദ്ധരായ ഇക്കൂട്ടരുടെ ധൈര്യം എത്ര അത്ഭുതകരം! അള്ളാഹു തികച്ചും സത്യമായ വേദം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ വേദത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവർ തങ്ങളുടെ കലഹത്തിൽ സത്യത്തിൽ നിന്നും ബഹുദൂരം അകന്നുപോയി എന്നതത്രേ ഇതിനെല്ലാം നിമിത്തം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.